നമസ്കാരം, ലേറ്റ് എഡിഷനിലേക്ക് സ്വാഗതം. ഞാൻ അമൃത പടിക്കാൽ. നോക്കാം വാർത്തകൾ വിശദമായി. സംസ്ഥാനത്ത് നാളെയും മറ്റന്നാളും അതിതീവ്ര മഴയ്ക്ക് സാധ്യത. നാളെ 5 ജില്ലകളിലും മറ്റന്നാൾ 3 ജില്ലകളിലും റെഡ് അലർട്ടാണ്. കാസർഗോഡ്, വയനാട്, കോഴിക്കോട്, കണ്ണൂർ ജില്ലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് നാളെ അവധി പ്രഖ്യാപിച്ചു. കോഴിക്കോട് ജില്ലയിലെ മുഴുവൻ ടൂറിസം കേന്ദ്രങ്ങളിലും സഞ്ചാരികൾക്ക് വിലക്കേർപ്പെടുത്തി. വിലങ്ങാട് മേഖലയിൽ നിന്ന് ജനങ്ങളെ ഉടൻ മാറ്റി താമസിപ്പിക്കാൻ ജില്ലാ കളക്ടർ ഉത്തരവിട്ടു. വയനാട് മേപ്പാടി ഗ്രാമപഞ്ചായത്തിൽ പ്രത്യേക ജാഗ്രതാ നിർദ്ദേശം നൽകി. കോഴിക്കോട് നിന്ന് അനീഷ് ദേവസ്യ വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട്. അനീഷ്, കാലവർഷം എത്തിയിരിക്കുന്നു, മഴ കനക്കുമെന്ന് തന്നെയാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിക്കുന്നത്. ഏതൊക്കെ ജില്ലകളിലാണ് നാളെ മഴ മുന്നറിയിപ്പുള്ളത്? എന്തൊക്കെ ജാഗ്രതാ നിർദ്ദേശങ്ങളുണ്ട്? സംസ്ഥാനത്ത് കാലവർഷം ശക്തി പ്രാപിച്ചിരിക്കുകയാണ്. വടക്കൻ കേരളത്തിൽ വരും ദിവസങ്ങളിൽ അതിതീവ്ര മഴയ്ക്കുള്ള സാധ്യതയാണ് പ്രവചിക്കപ്പെട്ടിരിക്കുന്നത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ ഈ സീസണിലെ ആദ്യ റെഡ് അലർട്ട് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് പ്രഖ്യാപിച്ചിട്ടുണ്ട്. കോഴിക്കോട്, മലപ്പുറം, വയനാട്, കണ്ണൂർ, കാസർഗോഡ് എന്നീ 5 വടക്കൻ ജില്ലകളിലാണ് നാളെ റെഡ് അലർട്ട് ഉള്ളത്. അടുത്ത 5 ദിവസത്തേക്ക് സംസ്ഥാനത്ത് മഴ കനക്കുമെന്നാണ് പ്രവചനം. ഈ ശക്തമായ മഴ പെയ്യുന്ന ഒരു സാഹചര്യത്തിലും ഈ റെഡ് അലർട്ട് പ്രഖ്യാപിച്ച ഒരു പശ്ചാത്തലത്തിൽ ഈ സുരക്ഷാ മുൻകരുതലിന്റെ ഒരു ഭാഗമായിട്ട് നാളെ 4 ജില്ലകളിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധിയുണ്ട്. അതുപോലെ തന്നെ റെഡ് അലർട്ട് ഉൾപ്പെടെ മുന്നോട്ട് വെച്ചിട്ടുണ്ട് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം. വിവരങ്ങളാണ് അനീഷ് ദേവസ്യ നൽകിയത്. സംസ്ഥാനത്ത് മഴക്കെടുതിയിൽ 3 മരണം. കൊടുങ്ങല്ലൂരിൽ മരം വീണ് സ്കൂട്ടർ യാത്രികനും കോഴിക്കോട് ആംബുലൻസ് തെന്നിമറിഞ്ഞ വയോധികയും അടിമാലിയിൽ വൈദ്യുതാഘാതമേറ്റ യുവാവും മരിച്ചു. കനത്ത മഴയിൽ വിവിധയിടങ്ങളിൽ വെള്ളക്കെട്ടുണ്ടായി. മരം മറിഞ്ഞു വീണ് നാശനഷ്ടങ്ങളുമുണ്ട്. കോഴിക്കോട് കനത്ത മഴയെ തുടർന്ന് ആംബുലൻസ് തെന്നിമറിഞ്ഞാണ് രോഗിയായ വയോധിക മരിച്ചത്. കുന്നമംഗലം കോട്ടപ്പറമ്പ് ഭാഗത്ത് വെച്ചായിരുന്നു അപകടം. പെരിങ്ങോളം സ്വദേശി 82 വയസ്സുള്ള ജാനകിയാണ് മരിച്ചത്. ഒപ്പമുണ്ടായിരുന്ന ബന്ധുക്കളും ഡ്രൈവറും നിസ്സാര പരിക്കുകളോടെ രക്ഷപ്പെട്ടു. കൊടുങ്ങല്ലൂർ ശ്രീനാരായണപുരം പോഴങ്കാവിൽ കനത്ത മഴയിൽ മരം വീണ് സ്കൂട്ടർ യാത്രക്കാരൻ മരിച്ചു. കരുമാത്ര ബ്ലാഹയിൽ ഇല്ലം മണികണ്ഠനാണ് മരിച്ചത്. ഇടുക്കി അടിമാലിയിൽ വൈദ്യുതാഘാതമേറ്റ് യുവാവ് മരിച്ചു. ഇരുമ്പുപാലം പടിക്കപ്പുന്നതിയിലെ രമേശാണ് മരിച്ചത്. വൈദ്യുത ലൈനിന് അപകടകരമാകുന്ന മരച്ചില്ലകൾ വെട്ടിമാറ്റുന്നതിനിടെയാണ് അപകടമുണ്ടായത്. എറണാകുളം തൃപ്പൂണിത്തുറയിൽ ഇടംപാടത്ത് വീടുകളിൽ വെള്ളം കയറി. ഇത് മെയിനായിട്ടുള്ള കോടതിയിൽ നിന്ന് വിധി വന്നിട്ട് ഇവിടെ പൈപ്പ് ഇട്ടേക്കുന്നതാണ്. തെക്കേ അറ്റത്ത് സുഖമായിട്ട് വെള്ളം പോയിക്കൊണ്ടിരുന്നതാണ്. അപ്പോൾ പുതിയതായിട്ട് ആരോ വന്നിട്ട് ആ പൈപ്പ് അടച്ചു കളഞ്ഞു. അതിനുശേഷം വെള്ളം പെട്ടെന്ന് അങ്ങോട്ട് കയറി. നഗരസഭ എന്ന് പറഞ്ഞാൽ ഒരു വസ്തു ചെയ്യാനില്ല, ഇങ്ങോട്ട് വരാറ് പോലും ഇല്ല കൗൺസിലർ ഇവരാരും. കൊച്ചി നഗരത്തിലെ വെള്ളക്കെട്ടിൽ പ്രതിഷേധിച്ച് ഡിവൈഎഫ്ഐ കോർപ്പറേഷൻ ഓഫീസിലേക്ക് മാർച്ച് നടത്തി. ശക്തമായ മഴയിൽ കോഴിക്കോട് ബീച്ച് പരിസരത്തും വ്യാപക വെള്ളക്കെട്ടാണ്. നിലമ്പൂരിൽ ഓടിക്കൊണ്ടിരുന്ന ഓട്ടോറിക്ഷയ്ക്ക് മുകളിലേക്ക് മരം ഒടിഞ്ഞു വീണു. തിരുവനന്തപുരം പെരിങ്ങമല കാമരാജ് നഗറിൽ വീടിനു മുകളിലേക്ക് തെങ്ങ് കടപുഴകി വീണ് വീട് തകർന്നു. കാമരാജ് നഗർ സ്വദേശി ശാരദയുടെ വീടിന് മുകളിലേക്കാണ് തെങ്ങ് മറിഞ്ഞു വീണത്. ആർക്കും പരിക്കില്ല. ന്യൂസ് ഡെസ്ക് 24. സംസ്ഥാനത്തെ സർക്കാർ മെഡിക്കൽ കോളേജുകളിൽ അഴിച്ചുപണി. സൂപ്രണ്ട്, അഡീഷണൽ സൂപ്രണ്ട്, ഡെപ്യൂട്ടി സൂപ്രണ്ട്, റെസിഡൻസ് മെഡിക്കൽ ഓഫീസർ തസ്തികകളിലേക്കാണ് പുതിയ നിയമനങ്ങൾ. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ഡോക്ടർ ജയചന്ദ്രൻ സൂപ്രണ്ട് സ്ഥാനത്ത് തുടരും. അജ്മൽ ദിറാറുണ്ട് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകാനായി. അജ്മൽ ദിറാർ, ഇപ്പോൾ ഏതൊക്കെ തസ്തികകളിലേക്കാണ് പുതിയ നിയമനങ്ങൾ വന്നിരിക്കുന്നത്? അമൃത, UDF സർക്കാർ അധികാരത്തിൽ വന്നതിന് പിന്നാലെയാണ് ആരോഗ്യ വകുപ്പിൽ പ്രധാനപ്പെട്ട അഴിച്ചുപണികൾ നിലവിൽ വന്നിരിക്കുന്നത്. ഇപ്പോൾ പ്രത്യേകിച്ച് ആരോഗ്യ മേഖലയിൽ തുടർച്ചയായി ഉണ്ടാകുന്ന വീഴ്ചകൾ തുടർക്കഥയാകുന്ന പശ്ചാത്തലത്തിൽ കൂടിയാണ് ഇത്തരം നിയമനങ്ങൾ സംഭവിച്ചിരിക്കുന്നത്. അതിൽ പ്രധാനപ്പെട്ട നിയമനം എന്ന് പറയുന്നത് സൂപ്രണ്ട്, അഡീഷണൽ സൂപ്രണ്ട്, ഡെപ്യൂട്ടി സൂപ്രണ്ട്, റെസിഡൻസ് മെഡിക്കൽ ഓഫീസർ തസ്തികകളിലേക്കാണ് കൂടുതലായി പുതിയ നിയമനങ്ങൾ ആരോഗ്യ വകുപ്പ് പുറപ്പെടുവിച്ചിട്ടുള്ളത്. അമൃത സൂചിപ്പിച്ചതുപോലെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ഡോക്ടർ ജയചന്ദ്രൻ തന്നെ സൂപ്രണ്ട് സ്ഥാനത്ത് തുടരും. കൂടാതെ പിന്നെ എറണാകുളം മെഡിക്കൽ കോളേജിൽ ഡോക്ടർ അനൂപ് ജോസഫ് ആകും പുതിയ സൂപ്രണ്ടായി നിയമിതനാവുക. അതോടൊപ്പം തന്നെ തൃശൂർ മെഡിക്കൽ കോളേജിൽ ഡോക്ടർ ലിജോ കൊല്ലഞ്ഞൂരും, കോട്ടയം മെഡിക്കൽ കോളേജിൽ ഡോക്ടർ TG തോമസും, ഡോക്ടർ ഹരീഷ് ചന്ദ്രൻ ഇടുക്കി മെഡിക്കൽ കോളേജിന്റെ സൂപ്രണ്ടായും പുതിയ നിയമനങ്ങൾ ഉണ്ടാകും. ഏതായാലും ആരോഗ്യ വകുപ്പിനെ സംബന്ധിച്ചിടത്തോളം കൂടുതൽ ഇത്തരം വകുപ്പുകളിലേക്ക് പുതിയ നിയമനങ്ങൾ ഈ ആരോഗ്യ വകുപ്പിന്റെ വീഴ്ചകൾ തുടർക്കഥയാകുന്ന പശ്ചാത്തലത്തിൽ ഉണ്ടാകുന്നു എന്നതും ശ്രദ്ധേയമാണ്. അമൃത, ശരി. അജ്മൽ ദിറാറാണ് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകിയത്. അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലെ സ്വെസ്ത മൊഡ്യൂളിലെ വാതക ചോർച്ച പരിഹരിക്കാൻ ശ്രമം തുടരുന്നു. നിലയത്തിൽ ഡോക്ക് ചെയ്ത ഡ്രാഗൺ പേടകത്തിലേക്ക് മാറിയ സ്പേസ് എക്സ് ക്രൂ 12 അംഗങ്ങളോട് തിരികെ ബഹിരാകാശ നിലയത്തിലേക്ക് മാറാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. സയൻസ് ഡെസ്കിൽ നിന്ന് പ്രജിൻ സി കണ്ണൻ വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട്. പ്രജിൻ, ഈ വാതക ചോർച്ച അത് തടയാനുള്ള ശ്രമങ്ങൾ തുടരുകയാണ് എന്നാണ് മനസ്സിലാക്കുന്നത്. ആശങ്കപ്പെടേണ്ട ഒരു സാഹചര്യമൊന്നും അല്ലല്ലോ, അല്ലേ?
നിലവിൽ അത്തരം സാഹചര്യങ്ങളല്ല എന്നാണ് നാസയിൽ നിന്ന് ലഭിക്കുന്ന പുതിയ വിവരങ്ങൾ. ഈ പറയുന്ന നേരത്തെ അമൃത സൂചിപ്പിച്ച സ്വെസ്ദ എന്ന് പറയുന്ന മൊഡ്യൂൾ, നമുക്കറിയാം ഈ ഇന്റർനാഷണൽ സ്പേസ് സ്റ്റേഷൻ അത് പല സ്പേസ് ഏജൻസികളുടെയും ഒരു കോൺട്രിബ്യൂഷനുള്ള ഒരു മേഖലയാണ്, ഒരു സംവിധാനമാണ്. അതിൽ റഷ്യ കോസ്മോസ് എന്ന് പറയുന്ന റഷ്യയുടെ ബഹിരാകാശ ഏജൻസി അവരുണ്ടാക്കിയതാണ് ഈ സ്വെസ്ദ മൊഡ്യൂൾ. വർഷങ്ങളായി ഉള്ളതാണ്. പക്ഷേ അതിലെ തകരാറുകൾ നേരത്തെ തന്നെ ഉള്ളതാണ്. അതിൽ ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന പ്രശ്നങ്ങൾ, സാങ്കേതികമായുള്ള പ്രശ്നങ്ങൾ, ചില ചോർച്ചകൾ, ചില തകരാറുകളൊക്കെ ഉണ്ട്, ഘടനാപരമായ പ്രശ്നങ്ങളുണ്ട് എന്ന് നേരത്തെ കണ്ടെത്തിയിരുന്നു. അത് പരിഹരിക്കാനുള്ള ശ്രമങ്ങൾ കഴിഞ്ഞ കുറേ നാളുകളായി, കഴിഞ്ഞ കുറേ മാസങ്ങളായി പല രീതിയിൽ നടത്തുന്നുണ്ട്. ഇപ്പോൾ ഉണ്ടായ ചോർച്ച അത് പരിഹരിക്കാനുള്ള ശ്രമങ്ങൾ നടക്കുന്നതിനിടയിലാണ് സ്ഥിതിഗതികൾ കുറച്ചുകൂടി സങ്കീർണമാകുന്നുണ്ടെന്ന സംശയം ശാസ്ത്രജ്ഞർക്ക് തോന്നിയത്. അതുകൊണ്ട് തന്നെ ഒരു സുരക്ഷാ മുൻകരുതൽ എന്ന നിലയിൽ അവിടെ ഡോക്ക് ചെയ്തിരിക്കുന്ന ഡ്രാഗൺ പേടകത്തിലേക്ക് മടങ്ങാൻ ഈ ക്രൂ 12 അംഗങ്ങളോട് നാസ നിർദ്ദേശം നൽകുകയായിരുന്നു. സ്പേസ് എക്സിന്റെയും ഒപ്പം നാസയുടെയും ഒരു ദൗത്യമായ ഈ ക്രൂ 12 ഡ്രാഗൺ മൊഡ്യൂൾ അവിടെ ഉണ്ട്, ആ പേടകം അവിടെ ഉണ്ട്. അതിലെ 4 പേരോട് തിരികെ ഡ്രാഗൺ പേടകത്തിനകത്തേക്ക് പോകാൻ പറഞ്ഞിരുന്നു, ഒരു സുരക്ഷാ മുൻകരുതൽ എന്ന നിലയിൽ. പക്ഷേ പിന്നീട് നാസ തന്നെ അത് അറിയിക്കുന്നത് ഏറ്റവും പുതിയ വിവരങ്ങൾ റോസ്കോസ്മോസിലെയും ഒപ്പം തന്നെ നാസയിലെയും ശാസ്ത്രജ്ഞർ വളരെ കൃത്യമായി തന്നെ ഇത് നിരീക്ഷിക്കുകയാണ്. ഈ പ്രശ്നങ്ങൾ അത് വൈകാതെ തന്നെ പരിഹരിക്കാൻ കഴിയും. ഈ നിലവിലെ സാഹചര്യത്തിൽ അത്തരം പ്രതിസന്ധികളില്ല. അതുകൊണ്ട് തിരികെ ഈ ഡ്രാഗൺ പേടകത്തിലേക്ക് പോയ 4 പേരോടും തിരികെ ബഹിരാകാശ നിലയത്തിലേക്ക് വരാൻ നിർദ്ദേശം നൽകുകയും എന്തായിരുന്നു അവരുടെ ടാസ്കുകൾ, അവർക്ക് നേരത്തെ നിശ്ചയിച്ച ഷെഡ്യൂൾ പ്രകാരമുള്ള പ്രവർത്തനങ്ങൾ, പരീക്ഷണങ്ങൾ അത് തുടരാനുള്ള നിർദ്ദേശം നൽകിയിട്ടുമുണ്ട് നിലവിൽ. അതുകൊണ്ട് തന്നെ തുടർന്ന ദിവസങ്ങളിൽ, അടുത്ത ദിവസങ്ങളിലൊക്കെ തന്നെ ഈ സ്വെസ്ദ എന്ന് പറയുന്ന ഈ മൊഡ്യൂളിലെ ഒരു സർവീസ് മൊഡ്യൂളാണ്. നമുക്കറിയുന്നത് പോലെ ഇന്റർനാഷണൽ സ്പേസ് സ്റ്റേഷന്റെ പല ഭാഗങ്ങളുണ്ട്, പല ഏരിയകളുണ്ട്. ആ ഏരിയകളിലേക്ക് പറയുന്ന പേരാണ് സ്വെസ്ദ എന്ന് പറയുന്ന ഒരു മൊഡ്യൂൾ. ആ മൊഡ്യൂളിലേക്ക് ഉള്ള പ്രശ്നങ്ങളാണ്, അത് പരിഹരിക്കാനുള്ള ശ്രമങ്ങൾ വരും ദിവസങ്ങളിലും തുടരുമെന്നാണ് നാസ ഏറ്റവും ഒടുവിൽ അറിയിച്ചിരിക്കുന്നത്. തിരികെ മടങ്ങേണ്ട സാഹചര്യം ഇപ്പോൾ അവിടുത്തെ യാത്രികർക്കില്ല എന്നാണ് നാസ അറിയിക്കുന്നത്. ശരി, പ്രജിൻ സി കണ്ണനാണ് സയൻസ് ഡെസ്കിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. കനത്ത മഴയിൽ കാസർഗോഡ് കാഞ്ഞങ്ങാട് ഹൊസ്തുർഗിൽ UBMC സ്കൂൾ വളപ്പിനോട് ചേർന്ന മതിൽ ഇടിഞ്ഞു വീണു. നിർമ്മാണത്തിലിരുന്ന മതിലാണ് തകർന്നത്. സ്കൂൾ കുട്ടികൾ ഉൾപ്പെടെ ഉപയോഗിക്കുന്ന വഴിയിലാണ് കോൺക്രീറ്റ് ബീമും കല്ലുകളും ഉൾപ്പെടെ പതിച്ചത്. ഉച്ചയ്ക്ക് 2:15 കോൺക്രീറ്റ് ബീമിൽ ഉറപ്പിച്ച ഉരുളൻ കല്ലുകൾ ഇളകി ഇടിഞ്ഞത്. പൊടുന്നനെ മതിൽ പൂർണ്ണമായും നിലംപൊത്തി. മഴവെള്ളം കുത്തിയിറങ്ങിയതോടെ മതിലിന് ഉൾവശമുള്ള മണ്ണ് പുറത്തേക്ക് തള്ളുകയായിരുന്നു. കോൺക്രീറ്റ് തൂണുകളടക്കം തകർന്ന് മണ്ണും ഭീമൻ കല്ലുകളും സമീപത്തെ ക്വാർട്ടേഴ്സിന്റെ മുറ്റം വരെ എത്തി. നിരവധി പേർ ഉപയോഗിക്കുന്ന റോഡിലേക്കാണ് മണ്ണ് വീണത്. ആൾത്തിരക്കില്ലാത്ത സമയമായതിനാലാണ് വലിയ ദുരന്തം ഒഴിവായത്. നടക്കുന്നതിന് 2 മിനിറ്റ് മുമ്പ് ഞാനിവിടെ നമ്മുടെ സായി സാർ വിളിച്ചിട്ട് ഒരു വാടക വന്ന് അവിടെ വണ്ടി കൊണ്ടുവന്ന് ഓഫാക്കി തിരിയുമ്പോഴത്തേനും ഇവിടെ ഇടിഞ്ഞു പൊളിഞ്ഞ് ഭയങ്കര സൗണ്ടിൽ വീഴാൻ തുടങ്ങി. കണ്ടു, നേരിട്ട് കണ്ടായി നമ്മൾ. മാസങ്ങൾക്ക് മുൻപാണ് മതിൽ നിർമ്മാണം തുടങ്ങിയതെന്ന് പ്രദേശവാസികൾ പറഞ്ഞു. നിലവിൽ ഇടിഞ്ഞ മതിലിനോട് ചേർന്ന സ്ഥലത്ത് വിള്ളൽ രൂപപ്പെട്ടിട്ടുണ്ട്. ഇതിന് തൊട്ടപ്പുറത്തായി സമാന രീതിയിൽ മറ്റൊരു മതിലിന്റെ നിർമ്മാണവും പുരോഗമിക്കുന്നുണ്ട്. 24 കാസർഗോഡ്. പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ മകൾ ടി വീണ ആരോപണ വിധേയയായ CMRL എക്സാലോജിക് മാസപ്പടി കേസിൽ ED അന്വേഷണം തുടരും. അന്വേഷണം തടയണമെന്നാവശ്യപ്പെട്ട് CMRL നൽകിയ ഹർജി ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് തള്ളി. മാസപ്പടി കേസിൽ പഴുതടച്ച അന്വേഷണത്തിന് ED ഡയറക്ടർ രാഹുൽ നവീൻ നിർദ്ദേശം നൽകി. തുടർ നടപടികൾ വേഗത്തിലാക്കാനാണ് EDയുടെ തീരുമാനം. മാസപ്പടി കേസിൽ CMRLന് കനത്ത തിരിച്ചടി. കേസിൽ EDക്ക് അന്വേഷണം തുടരാമെന്നാണ് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിന്റെ വിധി. ഷെഡ്യൂൾഡ് കുറ്റകൃത്യത്തെക്കുറിച്ച് FIR രജിസ്റ്റർ ചെയ്യാതെ EDക്ക് ECIR രജിസ്റ്റർ ചെയ്യാനാകില്ല എന്ന വാദമാണ് അപ്പീലിൽ CMRL ഉന്നയിച്ചത്. എന്നാൽ ഡിവിഷൻ ബെഞ്ച് ആ വാദം തള്ളി. ഷെഡ്യൂൾ പ്രകാരമുള്ള കുറ്റകൃത്യമില്ലെങ്കിലും EDക്ക് അന്വേഷണം നടത്താം. പരിശോധനകൾ നടത്താനും സമൻസ് അയക്കാനും നിയമ തടസ്സമില്ല. PMLA പ്രകാരമുള്ള സിവിൽ നടപടികളാകാം. EDയുടെ ECIR റദ്ദാക്കാൻ കഴിയില്ലെന്നും ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് വ്യക്തമാക്കി. കേസിന്റെ തുടർ നീക്കങ്ങൾ ചർച്ച ചെയ്യാൻ ED ഡയറക്ടർ രാഹുൽ നവീന്റെ നേതൃത്വത്തിൽ യോഗം ചേർന്നു. കേസിൽ പഴുതടച്ച അന്വേഷണത്തിന് ED ഡയറക്ടർ രാഹുൽ നവീൻ നിർദ്ദേശവും നൽകി. നിലവിൽ അന്വേഷണം തൃപ്തികരമെന്ന് ED ഡയറക്ടറുടെ സാന്നിധ്യത്തിൽ ചേർന്ന യോഗം വിലയിരുത്തി. തുടർ നടപടികൾ വേഗത്തിലാക്കാനും നിർദ്ദേശമുണ്ട്. ED ഉദ്യോഗസ്ഥർ ആക്രമിക്കപ്പെട്ട വിഷയവും ചർച്ചയായി. ഇതിനിടെ ഉദ്യോഗസ്ഥരെ ആക്രമിച്ച കേസിൽ ആദ്യം അറസ്റ്റിലായ 5 പ്രതികളെ പോലീസ് കസ്റ്റഡിയിൽ വിട്ടു. പ്രതികളെ സംഭവസ്ഥലത്തെത്തിച്ച് തെളിവെടുപ്പ് നടത്തി. 24 കൊച്ചി.
പേഴ്സണൽ സ്റ്റാഫായി സഹോദരി ഭർത്താവിനെ നിയമിച്ചതിൽ ന്യായീകരണവുമായി വൈദ്യുതി മന്ത്രി സണ്ണി ജോസഫ്. നിയമനത്തിൽ നിയമപരമായ തടസ്സമില്ലെന്നും ബെന്നി തോമസ് മാതൃകാപരമായ പൊതുപ്രവർത്തനം നടത്തുന്ന ആളാണ് എന്നുമാണ് മന്ത്രിയുടെ വിശദീകരണം. ബന്ധുനിയമനത്തെ ന്യായീകരിച്ച മന്ത്രി കെ മുരളീധരനും രംഗത്ത് വന്നു. DCC ജനറൽ സെക്രട്ടറിയും സഹോദരി ഭർത്താവുമായ ബെന്നി തോമസിനെ സണ്ണി ജോസഫിന്റെ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറിയായി നിയമിച്ചതാണ് വിവാദമായത്. വിഷയത്തിൽ ആദ്യമായാണ് മന്ത്രിയുടെ പ്രതികരണം. നിയമനത്തെ ന്യായീകരിച്ച മന്ത്രി ബെന്നി തോമസിന്റെ യോഗ്യതയും എടുത്തു പറഞ്ഞു. ബ്രദർ ലോ എന്നല്ല എൻ്റെ മാനദണ്ഡം. അദ്ദേഹം നല്ലൊരു പൊതുപ്രവർത്തകനാണ്. ഈ ഇലക്ഷനിൽ എൻ്റെ ചീഫ് ഏജൻ്റായിരുന്നു. കണ്ണൂർ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് തന്നെ അദ്ദേഹത്തെ ഇങ്ങോട്ട് ശുപാർശ ചെയ്തു. അദ്ദേഹം തന്നെ ആ കാര്യം പറഞ്ഞിട്ടുണ്ട്. 2 ടൈം പഞ്ചായത്ത് പ്രസിഡന്റായിരുന്നു. കേരളത്തിൽ റെക്കോർഡ് ഭൂരിപക്ഷത്തിന് ജയിച്ച പഞ്ചായത്ത് മെമ്പറാണ്. അവിടുത്തെ എല്ലാ പാർട്ടിക്കാരും ഉൾക്കൊള്ളുന്ന കോളേജ് കമ്മിറ്റിയുടെ സെക്രട്ടറിയാണ്, പാർട്ടി സെക്രട്ടറിയാണ്. നല്ല സത്യസന്ധനായ മാതൃകാ പൊതുപ്രവർത്തകനാണ്, എല്ലാവർക്കും അറിയാം. ബന്ധുനിയമനത്തിൽ സണ്ണി ജോസഫിനെ പിന്തുണച്ച് കെ മുരളീധരൻ. സണ്ണി ജോസഫിൻ്റെ ബന്ധുവാണെങ്കിൽ പോലും അദ്ദേഹം പഞ്ചായത്ത് പ്രസിഡൻ്റായിരുന്നു. ഒരുപാട് രാഷ്ട്രീയ പാരമ്പര്യമുള്ള ആളാണ്. അതിന് ആ നിലയ്ക്ക് കണ്ട ഇപ്പോൾ പിണറായി വിജയൻ്റെ ക്യാബിനറ്റിൽ റിയാസിനെ മന്ത്രിയാക്കിയാൽ ആരെങ്കിലും കുറ്റം പറഞ്ഞു? ഇല്ലല്ലോ. റിയാസിനും ഒരു യുവജന സംഘടനയുടെ അഖിലേന്ത്യാ പ്രസിഡൻ്റായിരുന്നു. നിയമന വിവാദം ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടെന്നും പരിശോധിക്കുമെന്നുമായിരുന്നു കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി വി ഡി സതീശന്റെ പ്രതികരണം. അതിനിടെ സണ്ണി ജോസഫിന്റെ പേഴ്സണൽ സ്റ്റാഫിലെ ബന്ധുനിയമന വിവാദത്തിന് പിന്നാലെ സർക്കാരിന്റെ ഔദ്യോഗിക വെബ്സൈറ്റുകൾ അപ്രത്യക്ഷമായി. മന്ത്രിമാരുടെ സ്റ്റാഫുകളിലേക്കുള്ള നിയമനം പുരോഗമിക്കുന്നതിനിടെയാണ് ഉത്തരവുകൾ ലഭ്യമാകുന്ന സൈറ്റുകൾ കിട്ടാതായത്. അപ്ഗ്രഡേഷന്റെ ഭാഗമായാണ് സൈറ്റ് ലഭ്യമല്ലാത്തത് എന്നാണ് പൊതുഭരണ വകുപ്പിന്റെ വിശദീകരണം. 24 തിരുവനന്തപുരം. എറണാകുളം മലയിടം തുരുത്ത് കുടിയൊഴിപ്പിക്കലുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ സമവായത്തിലേക്കെന്ന് സൂചന. കുടിയൊഴിപ്പിക്കപ്പെടുന്ന കുടുംബങ്ങൾക്ക് തർക്കഭൂമിയുടെ തന്നെ ഏതെങ്കിലും ഒരു ഭാഗത്ത് 5 സെന്റ് സ്ഥലം നൽകണമെന്ന നിർദ്ദേശം സർക്കാർ ശങ്കരൻ നായരുടെ കുടുംബത്തിന് മുന്നിൽ വെച്ചു. ഇക്കാര്യത്തിൽ കൂടിയാലോചനയ്ക്ക് ശേഷം തീരുമാനം അറിയിക്കാമെന്ന് കുടുംബം വ്യക്തമാക്കിയതായി മന്ത്രി റോജി എം ജോൺ അറിയിച്ചു. കോടതി തർക്കത്തിൽ കിടക്കുന്ന ഈ വസ്തുവിൽ തന്നെ സൗകര്യപ്രദമായി ഇവർക്ക് 5 സെന്റ് വീതം സ്ഥലം കിട്ടാവുന്ന തരത്തിൽ, അതവിടെ വീട് പണിയാവുന്ന തരത്തിൽ സ്ഥലം കൊടുക്കണം എന്നുള്ള ആവശ്യം ഈ രണ്ട് കൂട്ടരുടെയും ആവശ്യങ്ങളുണ്ടല്ലോ. രണ്ട് വഴിക്ക് 2 ദിശയിൽ നിൽക്കുകയാണ്. ഇതിൻ്റെ ഒരു പ്രശ്ന പരിഹാരം എന്ന നിലയിൽ ഈ വസ്തുവിൽ തന്നെ ഏതെങ്കിലും ഒരു സൈഡിൽ ഇവർക്ക് 5 സെന്റ് വീതം സ്ഥലം ലഭ്യമാക്കണം എന്ന ഒരു നിർദ്ദേശമാണ്, അല്ലെങ്കിൽ ഒരു ആവശ്യം ഗവൺമെൻറ് ഈ ശങ്കരൻ നായരുടെ കുടുംബത്തിന് മുമ്പിൽ വെച്ചിട്ടുണ്ട്. സർക്കാർ നിർദ്ദേശത്തെ പോസിറ്റീവായി കാണുന്നതായി സമരസമിതി നേതാക്കൾ പ്രതികരിച്ചു. തിങ്കളാഴ്ച വീണ്ടും യോഗം ചേരും. ഞങ്ങളെ സംബന്ധിച്ച് ആ പ്രദേശത്ത് തന്നെ, അവിടെ തന്നെ താമസിക്കണമെന്നുള്ളതായിരുന്നു സമരസമിതിയുടെ ആവശ്യം. സർക്കാർ അത്തരത്തിലേക്കാണ് ഇപ്പോൾ ഒരു പ്രപ്പോസൽ, സർക്കാർ തന്നെ അങ്ങനെ ഒരു നിർദ്ദേശം മുന്നോട്ട് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ തിങ്കളാഴ്ച വീണ്ടും ഈ നിർദ്ദേശം, കാരണം ഇവരുടെ ഫാമിലി മെമ്പേഴ്സായിട്ടും വീണ്ടും നമുക്ക് ചർച്ച നടത്തേണ്ടതായിട്ടുണ്ട്. അപ്പം അത് ആലോചിച്ച് ഞങ്ങൾ തീരുമാനമെടുക്കാവുന്നതാണ്. നവകേരള യാത്രയ്ക്കിടയിൽ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർക്ക് മർദ്ദനമേറ്റ കേസിൽ ഗ്രേഡ് SIമാരുടെ നിർണായക മൊഴി. രേഖകൾ തിരുത്താൻ മേലുദ്യോഗസ്ഥൻ സമ്മർദ്ദം ചെലുത്തിയെന്ന് ADGP MR അജിത് കുമാറിന്റെ ഓഫീസിലെ SIമാർ SITക്ക് മൊഴി നൽകി. ഉത്തരവ് അനുസരിക്കുക മാത്രമാണ് ചെയ്തതെന്നും കേസിൽ നേരിട്ട് ബന്ധമില്ല എന്നുമാണ് SIമാരുടെ വിശദീകരണം. SITക്ക് നൽകിയ മൊഴിയിലാണ് രേഖകൾ തിരുത്താൻ മേലുദ്യോഗസ്ഥൻ സമ്മർദ്ദം ചെലുത്തിയെന്ന 2 ഉദ്യോഗസ്ഥർ മൊഴി നൽകിയത്. ക്രമസമാധാന ADGPയുടെ ഓഫീസിലെ ഉദ്യോഗസ്ഥരാണ് SITക്ക് മൊഴി നൽകിയത്. മേലുദ്യോഗസ്ഥന്റെ ഉത്തരവ് അനുസരിക്കുക മാത്രമാണ് ചെയ്തതെന്നും തങ്ങൾക്ക് കേസിൽ നേരിട്ട് ബന്ധമില്ല എന്നും SIമാർ മൊഴി നൽകി. ഇന്നലെയാണ് 2 ഉദ്യോഗസ്ഥരുടെ മൊഴി SIT സംഘം രേഖപ്പെടുത്തിയത്. ഗ്രേഡ് SIമാരായ ഗിരീഷ്, ശ്രീകാന്ത് എന്നിവരെയാണ് ചോദ്യം ചെയ്തത്. റഫർ റിപ്പോർട്ടിൽ തെളിവില്ല എന്ന് എഴുതി ചേർത്തു. പോലീസ് ഫോട്ടോഗ്രാഫർ പകർത്തിയ മർദ്ദന ദൃശ്യങ്ങൾ മാത്രമേ ഉള്ളൂവെന്ന് രേഖപ്പെടുത്തിയെന്നും മൊഴി. മർദ്ദനത്തിന് ശേഷം പോലീസ് പകർത്തിയ ദൃശ്യങ്ങളിൽ ക്രൂരമായി മർദ്ദിക്കുന്നതില്ല. ഇതോടെയാണ് തെളിവില്ല എന്ന് കാട്ടി മുൻ അന്വേഷണ സംഘം കോടതിയിൽ റിപ്പോർട്ട് നൽകിയത്. 24 ആലപ്പുഴ. ഓപ്പറേഷൻ തൂഫാൻ ദി നാർക്കോ ഹണ്ട് പരിശോധനയിൽ അന്താരാഷ്ട്ര ലഹരി വിൽപ്പന സംഘത്തിലെ 2 പ്രധാന കണ്ണികൾ പിടിയിലായെന്ന് ആഭ്യന്തര വകുപ്പ്. പരിശോധനയിൽ 4 ദിവസത്തിനുള്ളിൽ 795 പേർ അറസ്റ്റിലായെന്നും 828 കേസുകൾ രജിസ്റ്റർ ചെയ്തെന്നും ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല പറഞ്ഞു. ലഹരിയുടെ ഉറവിടം കണ്ടെത്താൻ തൂഫാൻ ഇന്റലിജൻസ് എന്ന പ്രത്യേക സംഘത്തെ നിയോഗിച്ചെന്നും മന്ത്രി വ്യക്തമാക്കി. വിദേശത്ത് നിന്ന് കേരളത്തിലേക്ക് ലഹരിമരുന്നെത്തിക്കുന്ന ഉറവിടത്തിലെ 2 കണ്ണികൾ പിടിയിലായത് വലിയ നേട്ടമെന്ന് ആഭ്യന്തര വകുപ്പിന്റെ വിലയിരുത്തൽ.
പന്തളത്ത് രജിസ്റ്റർ ചെയ്ത കേസിൽ നൈജീരിയൻ പൗരൻ സാമുവൽ ഡൽഹിയിൽ നിന്നും, പെരുന്നാട് രജിസ്റ്റർ ചെയ്ത കേസിൽ കർണാടക സ്വദേശി എൽസീന സനറ്റൻ സൂസൻ ബംഗളൂരുവിൽ നിന്നും പിടിയിലായി. തൂഫാൻ ഇന്റലിജൻസ് എന്ന പേരിൽ ലഹരിയുടെ ഉറവിടം കണ്ടെത്താൻ സംഘത്തെ നിയോഗിച്ചെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. രഹസ്യവിവരങ്ങൾ പൊതുജനങ്ങൾക്ക് കൈമാറാൻ നമ്പറുകളും ആഭ്യന്തര വകുപ്പ് പുറത്തിറക്കി. വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് സമീപം ലഹരി വിൽക്കുന്നവർക്ക് കനത്ത മുന്നറിയിപ്പുമായി മന്ത്രി. എല്ലാവർക്കും ഞാൻ ഒരു കാര്യം എല്ലാവരോടും ഞാനൊരു കാര്യം പറയാൻ ആഗ്രഹിക്കുന്നു. ഈ പുകയില ഉൽപ്പന്നങ്ങളുടെ വിൽപ്പന അവസാനിപ്പിക്കണം. സ്കൂളിൻ്റെ പരിസരത്തും സമീപ പ്രദേശങ്ങളിലെ കടകളിലും അത് വിൽക്കുന്ന ആളുകളെ കർശനമായി തന്നെ നിയമത്തിന്റെ മുമ്പിലേക്ക് കൊണ്ടുവരും. ഓപ്പറേഷൻ തൂഫാൻ ദി നാർക്കോ ഹണ്ടിന്റെ ഭാഗമായി 60 ലക്ഷം രൂപയുടെ ലഹരി വസ്തുക്കളാണ് പിടിച്ചെടുത്തത്. ഇന്ന് സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ലഹരി വസ്തുക്കൾ പിടികൂടി. തിരുവനന്തപുരം പോത്തൻകോട് MDMA-യുമായി 2 വിദ്യാർത്ഥികൾ പിടിയിലായി. 20 ഗ്രാം MDMA-യുമായി എറണാകുളം സ്വദേശി അനന്തു കൃഷ്ണൻ, തിരുവനന്തപുരം സ്വദേശി അജീഷ് എന്നിവരാണ് പിടിയിലായത്. കോഴിക്കോട് 8 ഗ്രാമിലേറെ MDMA-യുമായി യുവാവ് അറസ്റ്റിലായി. ഓപ്പറേഷൻ തണ്ടറിന്റെ ഭാഗമായി കൊച്ചി ചേരാനെല്ലൂരിൽ നിന്ന് 100 ഗ്രാം MDMA എക്സൈസ് പിടിച്ചെടുത്തു. തിരുവനന്തപുരം കഴക്കൂട്ടത്ത് കാറിൽ കടത്തുകയായിരുന്ന 1200 കിലോയോളം നിരോധിത പുകയില ഉൽപ്പന്നങ്ങൾ പിടികൂടി. കണ്ണൂർ കാവിൻമൂലയിൽ ബീഹാർ സ്വദേശിയിൽ നിന്ന് 2 കിലോ കഞ്ചാവ് കണ്ടെടുത്തു. പത്തനംതിട്ട റാന്നിയിൽ വീടിന് സമീപം കോഴിക്കോട്ടിൽ നിന്ന് 43 ലിറ്റർ വിദേശ മദ്യം പിടികൂടി. 24 തിരുവനന്തപുരം. കൊച്ചിയിൽ നടിയെ ആക്രമിച്ച കേസിൽ അതിജീവിത വീണ്ടും ഹൈക്കോടതിയിൽ. മുൻ അന്വേഷണ റിപ്പോർട്ട് റദ്ദാക്കി പുതിയ സംഘം കേസ് അന്വേഷിക്കണമെന്നാണ് ആവശ്യം. മെമ്മറി കാർഡ് ചോർന്നതിൽ അന്വേഷണം വേണമെന്നും അതിജീവിത ആവശ്യപ്പെട്ടു. സുപ്രീം കോടതിയിലെ മുതിർന്ന അഭിഭാഷക വൃന്ദ ഗ്രോവറാണ് നടിക്കായി ഹർജി നൽകിയത്. മുൻ അന്വേഷണ സംഘം കോടതിയിൽ സമർപ്പിച്ച റിപ്പോർട്ട് റദ്ദാക്കണം. പകരം ഹൈക്കോടതി മേൽനോട്ടത്തിൽ പുതിയ SIT പുനരന്വേഷണം നടത്തണം. ആക്രമണ ദൃശ്യങ്ങളുള്ള മെമ്മറി കാർഡിലെ ഹാഷ് വാല്യൂ മാറിയതിനെക്കുറിച്ചുള്ള അന്വേഷണ റിപ്പോർട്ട് റദ്ദാക്കണം. മെമ്മറി കാർഡ് കോപ്പി ചെയ്ത പെൻഡ്രൈവ് അടക്കം ലാബിലയച്ച് പരിശോധനയ്ക്ക് വിധേയമാക്കണമെന്നും അതിജീവിത ഹർജിയിൽ ആവശ്യപ്പെടുന്നു. ഹാഷ് വാല്യൂ മാറിയ സംഭവത്തിൽ വിചാരണ കോടതി അന്വേഷണം നടത്തുകയും റിപ്പോർട്ട് സമർപ്പിക്കുകയും ചെയ്തിരുന്നു. നടി ആക്രമിക്കപ്പെട്ട കേസിൽ 1-ാം പ്രതി പൾസർ സുനിയടക്കം 6 പ്രതികളെ 20 വർഷം കഠിന തടവിന് വിധിച്ചിരുന്നു. എന്നാൽ 8-ാം പ്രതിയായിരുന്ന നടൻ ദിലീപിനെ കോടതി വെറുതെ വിട്ടു. ഇതടക്കം ചോദ്യം ചെയ്ത സംസ്ഥാന സർക്കാർ നൽകിയ അപ്പീൽ ഹൈക്കോടതിക്ക് മുൻപാകെയുണ്ട്. 24 കൊച്ചി. തിരികെ വാർത്തകളിലേക്ക്. ലോക പരിസ്ഥിതി ദിനത്തോടനുബന്ധിച്ച് പീപ്പിൾസ് ഫൗണ്ടേഷൻ തൃപ്രയാർ സംഘടിപ്പിച്ച വൃക്ഷത്തൈ നടൽ പരിപാടി സിനിമാ സംവിധായകൻ KB മധു ഉദ്ഘാടനം ചെയ്തു. പ്രകൃതി സംരക്ഷണം ഓരോ വ്യക്തിയുടെയും സാമൂഹിക ഉത്തരവാദിത്വമാണെന്ന് KB മധു പറഞ്ഞു. പീപ്പിൾ ഫൗണ്ടേഷൻ ചെയർമാൻ സലീഷ് തണ്ടാശ്ശേരി പരിസ്ഥിതി ദിന പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. അനിൽ പുളിക്കൻ അധ്യക്ഷനായിരുന്നു. പരിസ്ഥിതി സംരക്ഷണ സന്ദേശം ജനങ്ങളിൽ എത്തിക്കുന്നതിന്റെ ഭാഗമായി വിവിധ ഇടങ്ങളിൽ വൃക്ഷത്തൈകൾ നട്ടുപിടിപ്പിച്ചു. മലയാളികളുടെ ഒരു സ്വഭാവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ കുറിച്ച് ഏറ്റവും കൂടുതൽ നമ്മളെ കുറിച്ച് പറയുന്നതിൽ ഒരു സംഭവമാണ്, ഒരു മലയാളി അവൻ്റെ വീട്ടിൽ മിനിമം ഒരു 6 മരം, അത് ഫോറസ്റ്റ് മരങ്ങളുണ്ടാവും, അല്ലെങ്കിൽ സാധാരണ നമ്മുടെ ഫലവൃക്ഷ നമുക്ക് ആവശ്യമായിട്ടുള്ള കായ്കനികൾ കിട്ടുന്ന മരങ്ങളുണ്ടാവും എന്നുള്ളത് ഏറ്റവും വലിയൊരു മലയാളിയുടെ ഒരു സ്വഭാവമാണ്. പരിസ്ഥിതി ദിനത്തിൽ സുസ്ഥിരത സന്ദേശം മുന്നോട്ട് വെച്ച ധാത്രി. ആവശ്യങ്ങൾ നിറവേറ്റുമ്പോൾ തന്നെ പ്രകൃതിയെയും വിഭവങ്ങളെയും സംരക്ഷിച്ച് ഭാവി തലമുറയ്ക്കും സുരക്ഷിതമായ ലോകം ഉറപ്പാക്കുക എന്നതാണ് സന്ദേശം. പരിസ്ഥിതി ദിന സന്ദേശം ഉയർത്തിപ്പിടിച്ച് വൈറ്റില മൊബൈലിറ്റി ഹബ്ബിൽ ഫ്ലാഷ് മോബ് സംഘടിപ്പിച്ചു. കുട്ടികളെ എഡ്യൂക്കേറ്റ് ചെയ്യാനും അവർക്ക് അവയർനെസ് കൊടുക്കാനും ഉള്ള ആക്ടിവിറ്റീസും നമ്മൾ ഈ വർഷം ധാത്രി ഇനിഷ്യേറ്റ് ചെയ്തിട്ടുണ്ട്. ഇതെല്ലാം നമ്മൾ ചെയ്യുന്നത് ധാത്രിയുടെ തന്നെ ഒരു നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ ഉണ്ട്, സൗഖ്യവേദ ഫൗണ്ടേഷൻ എന്ന് പറഞ്ഞിട്ട്. ആ സൗഖ്യവേദ ഫൗണ്ടേഷനിലൂടെയാണ് നമ്മൾ സസ്റ്റൈനബിലിറ്റിക്ക് വേണ്ടിയിട്ടും ഭൂമിക്ക് വേണ്ടിയിട്ടും ഇനി അങ്ങോട്ട് ഫ്യൂച്ചർ ജനറേഷൻസിന് വേണ്ടിയിട്ടുള്ള പല കാര്യങ്ങളും പല ആക്ടിവിറ്റീസും നമ്മൾ ചെയ്യുന്നത്. വൃക്ഷത്തൈകൾ നട്ടുപിടിപ്പിക്കുന്നതിനും സ്കൂളുകളിൽ പരിസ്ഥിതി സംരക്ഷണത്തെക്കുറിച്ചുള്ള അവബോധ ക്ലാസുകൾ സംഘടിപ്പിക്കുന്നതുമാണ് ഈ വർഷം ധാത്രി ആയുർവേദ പദ്ധതിയിട്ടിരിക്കുന്നത്. ഈ വാർത്തയോടെ ലേറ്റ് എഡിഷൻ പൂർണ്ണമാവുകയാണ്. ശുഭരാത്രി.